മുനമ്പത്തെ ഭൂമിയിലെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നിയമ പോരാട്ടങ്ങളിലും തിരിച്ചടിയാകുന്നു. കരമടയ്ക്കാവുന്ന ഇളവ് നൽകുമ്പോഴും ഭൂമിയെ വഖഫാക്കാനുള്ള സർക്കാർ ഫയലുകൾ മുനമ്പത്തെ ഭൂമുടമകൾക്ക് തിരിച്ചടിയാവുകയാണ്. സർക്കാർ ഉത്തരവിലെ അപാകത തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി തരാനുള്ള പ്രധാനപ്പെട്ട കാരണം. വിവരങ്ങളുമായി ജിജീഷ് ചെയ്തു. ജിജീഷ്, സർക്കാർ ഒരു ഭാഗത്ത് മുനമ്പത്തെ ജനങ്ങളോട് നിങ്ങൾ കരമടച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കൂടെയുണ്ട് എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് വഖഫിൻ്റേതാണ് ഈ ഭൂമി എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ വാതിലുകളിലും മുട്ടുമ്പോഴും ഒരു ഭാഗത്ത് വാക്കുകൾ കൊണ്ട് തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും നടപടിക്രമങ്ങളിൽ ആ ജനതയ്ക്കൊപ്പമല്ല സർക്കാർ എന്ന് പലപ്പോഴും ഇങ്ങനെ തെളിയിക്കുകയാണ്. ജിജീഷ്. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് അത് തുടക്കം മുതൽ തന്നെയുണ്ട്. ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരേ സമയം വഖഫിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ വഖഫ് ബോർഡിനൊപ്പം നിൽക്കുക, അത് വഖഫ് ഭൂമിയാണ് എന്ന അവരുടെ അവകാശവാദത്തെ തള്ളാതെ ഒരു നിലനിൽപ്പിന് വേണ്ടി മുന്നോട്ട് പോവുക. അതേ സമയത്ത് തന്നെ അവിടെ പ്രക്ഷോഭം നടത്തുന്ന മുനമ്പത്തെ ജനത അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ തന്നെ അവർക്ക് മുന്നിൽ തങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുക, അതുതന്നെയായിരുന്നു സർക്കാർ ചെയ്തത്. അങ്ങനെയാണ് അവിടെ ഭൂമിക്ക് കരമടക്കാനുള്ള ഒരു അനുമതി സർക്കാർ നൽകുന്നത്. എന്നാൽ അതിലെ ചില പാളിച്ചകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് കോടതിയിൽ നിരന്തരമായി നടന്ന നിയമ പോരാട്ടങ്ങളിൽ വലിയ തിരിച്ചടി നേരിടാനുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻപത്തെ ജനങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോവുകയും ചെയ്തത്. കാരണം അതിൽ പറയുന്നത് ഭൂമി വഖഫാണ്, എന്നാലും അവിടെയുള്ള ആളുകൾക്ക് തൽക്കാലം കരമടച്ചു മുന്നോട്ട് പോകാമെന്നാണ്. അങ്ങനെ വഖഫായിരിക്കുന്ന ഭൂമിയിൽ എങ്ങനെ കരമടക്കാമെന്ന ചോദ്യം, ആ ഒരു ചോദ്യം തന്നെയായിരുന്നു ഹൈക്കോടതി ഈ ഒരു നിയമ യുദ്ധത്തിൽ പ്രധാനമായും ചോദിച്ചിരുന്നത്. അങ്ങനെ വഖഫാണ് ഭൂമി എന്ന് നിങ്ങൾ പറയുന്നു, അതേ സാഹചര്യത്തിൽ തന്നെ കരമടക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ രണ്ടും എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ചോദ്യം ഉയർത്തി തന്നെയായിരുന്നു നേരത്തെ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുകയും ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശോധനകൾ നടത്തുക, രേഖകൾ പരിശോധിക്കുക, പ്രത്യേകിച്ച് 1902 പാട്ടഭൂമി വ്യവസ്ഥ പ്രകാരം കൈമാറിയിട്ടുള്ള സത്താർ സേട്ട് എന്ന വ്യക്തിക്ക് കൈമാറിയിട്ടുള്ള ഭൂമി പിന്നീട് സിദ്ദിഖ് സേട്ടിലേക്ക് എത്തുന്നതും തുടർന്ന് അത് കൈമാറുന്നതും കോളേജിന് കൈമാറുന്നതും അടക്കമുള്ള കാര്യങ്ങൾ, ഫറൂഖ് കോളേജിന് കൈമാറുന്ന അടക്കമുള്ള കാര്യങ്ങളിലെ രേഖകൾ കൃത്യമായി പരിശോധിച്ച് അത് വഖഫ് ഭൂമിയല്ല എന്ന് തെളിയിക്കാവുന്ന രേഖകൾ കൃത്യമായി കോടതിയിൽ സമർപ്പിക്കുകയും ഒപ്പം തന്നെ റവന്യൂ രേഖകളിലടക്കം അത് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, വിലയാധാരം നൽകിയ ഭൂമിയാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമാവില്ലായിരുന്നു. അവിടെയാണ് സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് പുറത്തു വരുന്നതും നിയമയുദ്ധങ്ങൾ കൂടുതൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. സർക്കാർ ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങൾ ഒരിക്കൽ കൂടി സത്യവാങ്മൂലം നൽകും, കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അത് മുനമ്പൻ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സത്യവാങ്മൂലമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായതായിരിക്കും നിലപാടുകൾ എന്ന് പറയുമ്പോൾ തന്നെയാണ് മുൻ നിലപാടുകൾ ഒരിക്കൽ കൂടി ചർച്ചയാവുന്നത്. കാരണം സർക്കാർ മുൻ നിലപാടുകളിൽ അത് വഖഫ് ഭൂമി എന്ന് പറയുകയും രേഖകളിൽ അത് വഖഫ് ഭൂമി എന്ന് പറയുകയും അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കരമടക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസിലെല്ലാം ചെല്ലുകയും മറിച്ച് തഹസിൽദാരെ അടക്കം നേരിട്ട് കണ്ട് പരാതി പറയുന്ന ഒരു സ്ഥിതിവിശേഷവും എല്ലാം ഉണ്ടായപ്പോൾ അവരെല്ലാം തന്നെ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് ഭൂമി എന്നാണല്ലോ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് കരമടച്ചാലും ഭൂമി നിങ്ങളുടേത് ആകില്ല, ഭൂമി നിങ്ങൾക്ക് ക്രയവിക്രയം നടത്താൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അനുബന്ധമായി തന്നെയുള്ള നിയമ പോരാട്ടങ്ങൾ അത് തീരുന്നത് വരെ ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ സാഹചര്യത്തെ തന്നെയായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നൊരു കാര്യമായിരുന്നു ഉദ്യോഗസ്ഥരടക്കം പറയുകയും ചെയ്തത്. അങ്ങനെ കൃത്യമായി തന്നെ രണ്ട് നിലപാടുകൾ എടുക്കുക, രണ്ട് നിലപാടുകളുമായി മുന്നോട്ട് പോവുക, അത് ഇപ്പോൾ പ്രതിപക്ഷം അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടല്ലോ ജിജീഷേ, ഇത് UDF ഇത്തരത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ അവിടെ സന്ദർശനം നടത്തി LDF സർക്കാരിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ CPM ആണെന്ന് പറയുമ്പോൾ UDF സർക്കാരും ഇതിൽ നിന്ന് മറിച്ചൊരു നിലപാടല്ല സ്വീകരിച്ചത് എന്നുണ്ട്. അവിടെയും അവർക്കും ഒരു ഇരട്ടത്താപ്പ് വിഷയത്തിലുണ്ടല്ലോ. കാരണം ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് കൂടി തുറന്നു കാണിക്കപ്പെടുന്നത്. അവിടെയാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിപക്ഷം അവരെന്ത് നിലപാട് സ്വീകരിച്ചു, അവരെന്താണ് ഇക്കാര്യത്തിൽ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നത് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അവിടെയും ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാനാണ് UDFും LDFും ശ്രമിച്ചിരുന്നത്. അത് കേരള നിയമസഭയിലടക്കം അതിന് പ്രമേയം പാസ്സാക്കുന്നു, പാർലമെന്റിൽ അതിനെ എതിർക്കുമെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ
പറയുമ്പോൾ തന്നെയാണ് UDF ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് അതിൽ വഖഫ് ഭൂമി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു? ആ വഖഫ് ഭൂമി എന്നത് മാറ്റിക്കൊണ്ട് അത് വിലയാധാരം വാങ്ങിയ ഭൂമിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതിന് എന്തുകൊണ്ട് ഈ കാലതാമസം വരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ അവർ കൂടി ഉൾപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവർ കൂടി പങ്കാളികളായ അവരുടെ കൂടി നിലപാട് തന്നെയാണ് സർക്കാരിന് ഉള്ളത് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെ ഒരേ നിലപാടുമായി സർക്കാരും പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് വഖഫ് ഭൂമിയായി നിലനിർത്തണം, അവിടെ മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഒപ്പം മാത്രം നിൽക്കുക എന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുക, അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും UDFന്റെ പൊതുവായ നിലപാടാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയും CPMന്റെയും നിലപാടാണെങ്കിലും എല്ലാം തന്നെ അത് ഒരേ ഒരു നിലപാടാണ്. അത് മാറി മാറി വരുന്ന ഇട്ടത്താപ്പുകൾ, നയമാറ്റങ്ങളൊക്കെ വലിയൊരു ജനവിഭാഗത്തെ, മുനമ്പത്തെ ജനതയെ മുഴുവൻ അങ്ങനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തങ്ങൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് സാങ്കേതികപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിൽ വഖഫിനൊപ്പം നിൽക്കുന്നു. അങ്ങനെ ഇരട്ടത്താപ്പ് ഇടത് വലത് മുന്നണികൾ അക്കാര്യത്തിൽ മത്സരിക്കുകയാണ്. ജീഷ, വാർത്തയുടെ വിശദാംശങ്ങൾ വേണം, അതിലേക്കൊക്കെ അടുത്ത ബുള്ളറ്റിൽ മടങ്ങിയെത്താം.